ജിയോയുടെ എവിക്ഷൻ അൺഫെയർ ആണോ എന്ന ചോദ്യത്തിന് സായിയുടെ മറുപടി അൺഫെയർ ആണ് എന്ന് പറയുന്നവർ അതിന് കാരണം കൂടി പറയണം. ബിഗ് ബോസിൽ അതിൻ്റെതായ പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ പാർട്ടായി നടന്ന എവിക്ഷൻ അൺഫെയർ ആയി എന്ന് പറയുന്നവർക്ക് അതിൻ്റെ കാരണം കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് സായിയുടെ ഈ മറുപടി സിജോയുടെ എവിക്ഷൻ ശരിവെക്കുന്നതാണ്. ഇതിലും എത്ര വിവേകത്തോടെയാണ് ബിഗ് ബോസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പക്വതയില്ലാത്ത നന്ദന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. സിജോയുടെ എവിക്ഷൻ അൺഫെയർ ആയി തോന്നി എന്നാണ് നന്ദന പറഞ്ഞത്. ബിഗ് ബോസ് ഹൗസിൽ സേഫ് ഗെയിം കളിക്കുന്നത് ശ്രീതു ആണ് എന്ന് തോന്നുന്നു എന്ന് ആരായിരിക്കാം വിന്നർ ആവുക എന്ന ചോദ്യത്തിന് ആര് വിന്നറായാലും തനിക്ക് കപ്പ് കിട്ടിയില്ലോ എന്നുമൊക്കെയാണ് നന്ദന മറുപടി പറഞ്ഞത്. അതേസമയം സായിയുടെ സെർച്ചിൽ കണ്ട ജാസ്മിനും അർജുനും ഒക്കെ വിന്നറായേക്കാം എന്നാണ്. ജിൻഡോയെ കണ്ടതേയില്ല. ഏതായാലും ജാൻമണി, ശരണ്യ, നന്ദന തുടങ്ങിയവർ തങ്ങളുടെ കാഴ്ചപ്പാടിൽ ജിൻഡോ ആവും വിന്നർ ആവുക എന്നാണ് പറഞ്ഞത്. സായി മാത്രം എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വിചിത്രമായ രീതിയിലാണ് മറുപടി പറയുന്നത്. ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു മത്സരാർത്ഥി പോലും പറയാത്ത അവിടെ പോയത് കൊണ്ട് വഴിയൊക്കെ അറിയാമായിരുന്നു, ഡോറൊക്കെ അടിച്ചു പൊളിച്ച് പുറത്ത് ചാടാമെന്ന് കരുതി നിന്നപ്പോൾ ജിൻഡോ അവിടെ നിൽക്കുന്നു. അതുകൊണ്ടാണ് അത്രേ സായി ബിഗ് ബോസ് ഹൗസ് ബ്രേക്ക് ചെയ്ത് പുറത്ത് ചാടാത്തത്. ഇതുകൂടാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പോയി പറയാം, ഒരു വാണിംഗ് കിട്ടും, മണി ബോക്സ് എടുക്കുന്നതിനെപ്പറ്റി കൂടിയാലോചിക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല തുടങ്ങിയ പുതിയ പല നിയമങ്ങളും പ്രേക്ഷകർക്ക് സായി തരുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ ജിൻഡോയെ വെല്ലുവിളിച്ച് വിന്നറാക്കില്ല, മറ്റൊരു സായിയുടെ മുഖം കാണിച്ചു തരും എന്നൊക്കെ വീമ്പിളക്കിയ സായിയെയും നമ്മൾ കണ്ടു. ആദ്യമായി പേഴ്സണൽ പ്രശ്നങ്ങൾ തീർക്കാൻ ബിഗ് ബോസ് ഹൗസിൽ പോയ വ്യക്തിയും സായി തന്നെ. എല്ലാം വളരെ വിചിത്രമായി തോന്നുന്നു.